നമ്മൾ പുലി മാനെ പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ ടി വിയിലൊക്കെ? അതായത് പുലിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം മാനുകളിൽ നിന്ന് ഒരു മാനയായിരിക്കും അത് ഫോക്കസ് ചെയ്യുന്നത്. അത് ആ ഒരു മാനയെ മാത്രമേ പിടിക്കത്തുള്ളൂ. അത് ആ മാനിന്റെ പുറകെ ആയിരിക്കും ഓടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കിയാൽ അറിയാം, പുലി ആ മാൻകൂട്ടത്തിന്റെ ഇടയിലൂടെ ആയിരിക്കും ഓടി ആ മാനെ ആ കൂട്ടത്തിൽ നിന്ന് തെറ്റിച്ച് അത് ഓടിയങ്ങ് പോകും. ഈ പുലി ഒരുപാട് ഓടുന്ന സമയത്ത് ഒരു 10 പ്രാവശ്യമൊക്കെ പല മാന്റെയും പിറകെ പോയിട്ടാണ് ഒരു മാനെ അത് പിടിക്കുക. അല്ലാതെ എല്ലാ മാനെയും അത് പിടിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഒരു 10-12 ഫെയിലിയറിന് ശേഷമാണ് അത് സക്സസിനകത്തേക്ക് വരുന്നത്. ആൻഡ് എപ്പോഴാണ് അത് സക്സസ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പുലിയും മാനും ഓടുമ്പോൾ ഈ പുലി ഒരു ഫാസ്റ്റസ്റ്റ് ആയിട്ട് റണ്ണിങ് ആയിട്ടുള്ളൊരു അനിമൽ ആണെങ്കിൽ പോലും അത് ആഹാരത്തിന് വേണ്ടിയിട്ടാണ് ഓടുന്നത്. പക്ഷേ അതിന് മുന്നിൽ ഓടുന്ന മാന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് അതിന്റെ ജീവനും കൊണ്ടാണ് ഓടുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഓട്ടത്തിന് പുലിയെക്കാളിലും സ്പീഡ് ഉണ്ടാവും. അത് ഓടി ഓടി പോകുന്ന സമയത്ത് ചില സമയത്ത് അതിനൊരു സംശയം വന്നിട്ട് അത് തിരിഞ്ഞു നോക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. പുലിയുണ്ടോ? സ്പീഡിൽ ഓടിക്കൊണ്ടിരുന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സ്വാഭാവികമായി ഓട്ടത്തിന്റെ സ്പീഡ് കുറയുകയും ആ മാനിനെ പുലി പിടിക്കുകയും ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. ഞാൻ ഈ കഥ ഇവിടെ പറയാൻ കാര്യം, നമ്മുടെ ലൈഫിലും പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുക. നമ്മുടെ ലൈഫിൽ നല്ല സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും, നമ്മുടെ സക്സസിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ ചില സമയത്ത് നമ്മുടെ നെഗറ്റീവ്സിലേക്ക് തിരിഞ്ഞു നോക്കും. ആ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ആണ് നമുക്ക് ഫെയിലിയേഴ്സ് പലപ്പോഴും സംഭവിക്കുക. അതുകൊണ്ട് നമ്മുടെ ഫെയിലിയർ സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ആ ഓടുന്ന പേസിൽ തന്നെ ഓടുകയും പാസ്റ്റ് ലൈഫിൽ പല സ്കിൽസിന്റെ അഭാവവും ഉണ്ടാവും. നമ്മൾ ഫ്രണ്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മളത് ഡെവലപ്പ് ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തിൽ വേണം മുന്നിലേക്ക് പോകാൻ. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സക്സസ് ആണ്.